തൃശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷ കൗൺസിലർ ഷീബ ബാബു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി പിന്തുണയോടെ മത്സരിക്കും. ജനതാദൾ എസ് സംസ്ഥാന കമ്മിറ്റി അംഗമായ ഷീബ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി പ്രഖ്യാപനവേളയിൽ നാടകീയമായാണ് ഷീബയുടെ പ്രവേശം. ബിജെപി അംഗത്വം എടുത്തു എന്ന വാർത്ത അവർ നിഷേധിച്ചെങ്കിലും നടത്തറയിൽ ബിജെപി സ്വതന്ത്രയായി മത്സരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. 3 തവണ തൃശൂർ കോർപ്പറേഷനിൽ കൗൺസിലറായിരുന്ന തന്നോട് തുടർന്ന് വരുന്ന അവഗണന സഹിക്കാതെയാണ് തീരുമാനമെന്നും അവർ പറഞ്ഞു. വികസനത്തിനായുള്ള ഫണ്ടുകൾ സമയത്ത് ലഭിക്കാതെ പല പദ്ധതികളും ഉപേക്ഷിക്കേണ്ടി വന്നതായും അവർ പറഞ്ഞു. ദേശീയ തലത്തിൽ ജനതാദൾ എസ് NDAക്ക് ഒപ്പമാണ്. ഇവിടെ ഒരു നീക്കുപോക്ക് ബന്ധം മാത്രമാണ് ഇടതുപക്ഷവുമായി തുടരുന്നതെന്നും അവർ പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുക. ഇതിന് പരിപൂർണ പിന്തുണ നൽകുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അത് താൻ സ്വീകരിക്കുകയായിരുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മുന്നണി ബന്ധമൊക്കെ പോയിട്ടുന്ന ആളുകളായി. കാരണം വെച്ചാൽ ഞാൻ 1.5 വർഷമായിട്ട് എന്നെ ഒരു പ്രസ് മീറ്റിനും നമ്മൾ അറിയിക്കാറില്ല, ഒരു കോർ കമ്മിറ്റി വിളിക്കാറില്ല. എന്നെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് വേറെ വിഷയങ്ങളൊന്നുമല്ല. 3 പ്രാവശ്യമായിട്ട് എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കോർപ്പറേഷനിൽ നിന്ന് വികസനം എത്തിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഗ്രൗണ്ട് എനിക്ക് തടയപ്പെടുന്നു. എനിക്ക് കൗൺസിലർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കാരണം നമുക്ക് ഓരോ വർഷം അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് യഥാസമയം ലഭിച്ചാലാണ് നമുക്കത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുക. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല. ടെൻഡർ വരെ എത്തുമ്പോൾ നമ്മുടെ വർക്കുകൾ മാറ്റി വയ്ക്കപ്പെടുകയാണ്. നികുതി അടച്ച് എല്ലാ നിയമങ്ങളും അനുശാസിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് എൻ്റെ ഡിവിഷനിലുള്ളത്. അവർക്ക് അർഹതപ്പെട്ട ഫണ്ട് വികസനത്തിന് തടസ്സപ്പെടുത്തുക, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് എൻ്റെ ജനങ്ങളിലാണ്. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ പിന്തുണയ്ക്കുന്നവരവിടെ ഉണ്ട്. അവരുടെ ആവശ്യപ്രകാരമാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന 4 ഭാഗത്തുള്ള ആവശ്യപ്രകാരമാണ് നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത്. പക്ഷെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു മെഷീനറി ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു മുന്നണിയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ വികസനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫണ്ട് കൂടുതൽ ലഭ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ നിരുപാധികം നമുക്ക് പിന്തുണ തന്നപ്പോൾ, ഇവരെൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഇലക്ഷൻ വർക്ക് എന്നോട് ഫ്രീ ആയിട്ട് നടത്തിയോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ മുന്നണിയിലേക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ അപ്പോഴത്തെ ഇതുപോലെ തീരുമാനിക്കും. ഇപ്പം ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഭാവിയിലാവാം, ആവാതിരിക്കാം. അതേസമയം തൃശൂരിൽ രാഷ്ട്രീയ കലക്കം മറിച്ചിലുകൾ തുടരുകയാണ്. മുൻ BJP കൗൺസിലർ ലളിതാംബിക CPIയിൽ വൈകിട്ട് അംഗത്വമെടുക്കും. മുൻ കൗൺസിലിൽ കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ BJP പ്രതിനിധിയായിരുന്നു ലളിതാംബിക.